മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ദുർബലമായി ചക്രവാത ചുഴിയായി രൂപപ്പെട്ടു. തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇവയുടെ ഫലമായി വ്യാപക മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 4 ദിവസവും തുടർച്ചയായി കൂടുതൽ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തമിഴ്നാട്ടിൽ ശക്തമായ മഴയാണ് വിവിധ പ്രദേശങ്ങളിൽ ലഭ്യമായത്. തെങ്കാശി അടക്കമുള്ള പ്രദേശങ്ങളിലെ ശക്തമായ മഴയുടെയും വെള്ളക്കെട്ടിൻ്റെയും ദൃശ്യങ്ങളും വന്നിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങളിൽ പ്രളയം ഉണ്ടാകുന്നതിൻ്റെ വാർത്തകളാണ് വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ പ്രളയം പിടികൂടുന്നതായി പുതിയ വാർത്തകൾ വന്നിരിക്കുന്നു. ഞെട്ടിക്കുന്ന പ്രളയത്തിൻ്റെ ദൃശ്യങ്ങളും വാർത്തയുമുണ്ട്. ഡീറ്റെയിൽ ആയി വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ഇന്ന് നവംബർ 13 എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നവംബർ 14 നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലും നവംബർ 15 കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 16 എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും നവംബർ 17 കോഴിക്കോട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ സംസ്ഥാനത്ത് വീണ്ടും ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. സ്പെയിനിലെ അതിതീവ്ര പ്രളയത്തിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ സ്പെയിനിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഇപ്പോൾ വീണ്ടും ശക്തമായ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പമാണ് ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇറ്റലിയിൽ നിന്നുള്ള അതിശക്തമായ മഴയുടെയും പ്രളയത്തിൻ്റെയും ദൃശ്യങ്ങളാണ് ഇന്ന് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന വാർത്തകൾ. നിരവധി പ്രദേശങ്ങളെ പ്രളയം വിഴുങ്ങിയതായി കാണാം. കൂടുതൽ പട്ടണങ്ങളിലേക്ക് പ്രളയം വ്യാപിച്ചു. നിരവധി പ്രദേശങ്ങളിൽ കാറുകളും വാഹനങ്ങളും ഒഴുകിപ്പോകുന്നതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നു. ജലാശയങ്ങളിലൂടെ ബോട്ടുകൾ ഒഴുകി നടക്കുന്നതിൻ്റെയും തകർന്ന് വീഴുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായി കനത്ത മഴ തുടരുന്നു. കെട്ടിടങ്ങൾ തകർന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയാണെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്രയും വേഗം തുടരുമെന്നും അധികൃതർ അറിയിച്ചു.